പരന്തൻ വിറ്റ ആകെ 8 മാരുതി കാറുകളിൽ ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ബാക്കി കാറുകൾ സ്റ്റേറ്റിന്റെ മറ്റേതെല്ലാം ഭാഗങ്ങളിലാണ് പോയിട്ടുള്ളത്? 8 കാറുകൾ കൂടാതെ വേറെ കാറുകളുണ്ടോ? കൊല്ലപ്പെട്ട ഡ്രൈവറുടെ ദൗത്യം എന്തായിരുന്നു? ആരാണ് അയാളെ കാർ ഏൽപ്പിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമായിരുന്നു ആ ഡ്രൈവർ ജീവിച്ചിരുന്നെങ്കിൽ. ലെറ്റ് മീ ബി ഫ്രാങ്ക് സർ, റൂറൽ SP ആയ അങ്ങയുടെ കീഴുദ്യോഗസ്ഥർ അവിടെ ചെയ്തത് വാസ് എ റെക്ലെസ് ആൻഡ് ഇഡിയോട്ടിക് ആക്ട് തന്നെയാണ്. ഏറ്റവും വിലപ്പെട്ട തെളിവില്ലാതായതിന്റെ വിഷമത്തിൽ ഞാൻ അല്പം നിയന്ത്രണം വിട്ടു എന്നുള്ള സത്യമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ നിന്ദ്യവും നീചവുമായ പെരുമാറ്റമൊന്നും എന്നിൽ നിന്നുണ്ടായിട്ടില്ല. പിന്നെയും താൻ ഈ മറുപടി തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ചോദ്യം തന്നിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്. നിയന്ത്രണം വിടുക എന്ന് പറഞ്ഞ വായി തോന്നുന്ന തെറി പറയാണോ? വായി തോന്നിയ തെറി പറയണമായിരുന്നു, അത് പറഞ്ഞില്ല. അതാ ഞാൻ ചെയ്ത തെറ്റ്. അഹങ്കാരിയാണ് താൻ. അതിപ്പോഴാണോ സാറിന് മനസ്സിലാകുന്നത്? SP നായർ പരാതി പറഞ്ഞപ്പോ കേട്ടു, അതപ്പൊ തന്നെ വിട്ടു. Forget it. തന്നോട് മറ്റൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ട്. കേൾക്കുമ്പോ തനിക്കത്ര ഇഷ്ടമാവില്ല. ഇഷ്ടമാവാത്ത കാര്യങ്ങളാണെങ്കിൽ പറയണ്ട സാർ. എനിക്കറിയാം സാർ എന്താണ് പറയാൻ തുടങ്ങുന്നതെന്ന്. ഇതിനു മുമ്പും മോനെ പൊന്നെ കുട്ടാന്നൊക്കെ വിളിച്ച് സാർ എന്നെ മയക്കിയിട്ടുണ്ട്. ഞാനൊരു മണ്ടൻ അതൊക്കെ കേട്ട് സമ്മതിച്ചിട്ടുമുണ്ട്. ഇനി നടക്കില്ല സാർ. 12-ൽ 11 റൗണ്ടും കഷ്ടപ്പെട്ട് ഓടി ഞങ്ങൾ കുറെ പേർ. 12ാമത്തെ ലാപ്പ് മാത്രം അനായാസം ഓടി കപ്പ് വാങ്ങാൻ ഡൽഹിയിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരണ്ട. IB, CBI, RO, SPG അല്ല, വരുന്നവർ ഏത് ഇൻഷിൽപ്പെട്ടവരായാലും അന്വേഷണം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മേലധികാരികളെ ധിക്കരിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ ഷോ കോസ്റ്റ് നോട്ടീസ് നൽകാം, സസ്പെൻഡ് ചെയ്യാം, അല്ലെ ഡിസ്മിസ് ചെയ്താൽ പോലും അന്വേഷണം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ആണും പെണ്ണും കെട്ടവരാക്കരുത് സാർ. ഐ അണ്ടർസ്റ്റാൻഡ്. ഹോം മിനിസ്റ്ററും DGPയും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലാതെ തീരുമാനമൊന്നും എടുത്തിട്ടില്ലടോ. തീരുമാനമാകാത്ത കാര്യം സാർ എന്നോട് എന്തിനാ പറയുന്നത്? പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇക്കാര്യത്തിൽ തന്റെ നിലപാട് തന്നെയാ എന്റെയും. അത് എന്നോടല്ല പറയേണ്ടത്, അവരോടാണ്. ഹോ, തന്നോട് ഒരു കാര്യം പറഞ്ഞു നിൽക്കാൻ പറ്റില്ലല്ലോ. നിന്നുകൊണ്ടല്ല സാർ, ഇപ്പൊ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. യു ആർ ക്രേസി. കിട്ടിയ ഒരു തെളിവ് നഷ്ടപ്പെട്ടു. ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും? അവൈലബിൾ ആയിട്ടുള്ള ചില തെളിവുകൾ നിസാം മുഹമ്മദ് ഹാജിക്കെതിരെയാണ്. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡി കിട്ടണം, ചോദ്യം ചെയ്യാൻ. ബഹുമാന്യനായ ഒരു സമുദായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാന്ന് വെച്ചാൽ താൻ ഒരിക്കലും അയാളെ ചോദ്യം ചെയ്തല്ലേ? അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ. അത് പോരെ സാർ, കസ്റ്റഡി തന്നെ കിട്ടണം. ആ മാന്യത മറയാണോ എന്ന് എനിക്കറിയണം. ഹോം മിനിസ്റ്ററും DGPയുമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. ഗിവ് മീ 24 hours. Fine, sir. The day is 6th of December. We are running short of time. Let me remind you, sir. എന്താ അത്യാവശ്യമായിട്ട് കാണാന്ന് പറഞ്ഞത്? സത്യം പറ സാറേ, ആ മാരുതിക്കാർ എന്തിനാ വാങ്ങിയത്? വെട്ടിപ്പൊളിക്കാൻ തന്നെയാണോ? എന്തു പറ്റി? പോലീസുകാർ പരന്തന്റെ അവിടെ ചെന്നിരുന്നു. ആ മാരുതിക്കാർ ആർക്കാ വിറ്റതെന്നറിയാൻ. ആര് പറഞ്ഞു? പരിചയമുള്ളവർ പറഞ്ഞതാ. പോലീസ് നിന്നെ തേടി വന്നോ? വരാൻ എന്നെ അറിയാന്നല്ലാതെ അഡ്രസ്സൊന്നും അറിയില്ല പരന്തന്. പോലീസ് എത്തും സാറേ. കൂടാതെ നാട് മുഴുവനും മാരുതിക്കാറുകൾ പോലീസ് തിരയുന്നുണ്ട്. എനിക്ക് അവ പേടിയാവുന്നു സാറേ. അള്ളാണ് സത്യം പറ സാറേ, എന്തിനാ ആ കാറുകളൊക്കെ വാങ്ങിയത്? എന്നെ തേടി പോലീസ് വരുന്നതിന് മുമ്പേ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞോട്ടെ ഉള്ള കാര്യം. പറഞ്ഞോ? പറഞ്ഞോളാം പറഞ്ഞില്ലേ? അത് പിന്നെ ഫോൺ എടുക്ക്. ഹലോ, യെസ് തോമസ്, കിഴക്കൻ വിലാസേ? ആ മനസ്സിലായി. എന്താ ജോയ്? ചായക്കടക്കാരൻ ഹസനോ? ആ പറ. ഓക്കെ, ഞാൻ എത്താം, ഉടനെ എത്താം. ഓക്കെ. ഇയാളാണോ ചായക്കടക്കാരൻ ഹസൻ? അതെ സാർ. ഇങ്ങോട്ട് വാടാ. ഹസൻ, എന്താ പറയാനുള്ളത്? പറഞ്ഞു കൊടുക്കടാ. അല്പം മാറിയ എന്റെ ചായക്കട. കുറച്ച് നാളായി നാട്ടുകാരല്ലാത്ത ചിലർ അവിടെ ചായ കുടിക്കാൻ വരാറുണ്ട് സാർ. ചിലപ്പോൾ അടുത്തുള്ള STD ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്യും. നെറ്റിയിൽ കുറിയും കഴുത്തിൽ മാലയും ഒക്കെ അണിഞ്ഞവർ. ചിലപ്പോൾ കാവി, ചിലപ്പോൾ കറുപ്പ്,
ചിലപ്പോ പാൻഡോ മുണ്ടോ ഒക്കെ ആയിരിക്കും വേഷം. കാണാനും അയ്യപ്പന്മാരെ പോലെ. അയ്യപ്പന്മാർക്ക് എന്താ പ്രോബ്ലം? കണ്ട കാര്യം പറയടാ നീ. അവരെ പള്ളിയിലും വെച്ച് കണ്ടു സാർ. ഏത് പള്ളി വെച്ച്? ഞങ്ങളുടെ കിഴക്കമ്പലം പള്ളിയിൽ വെച്ച്. ഇന്നലെ അസർ നിസ്കരിക്കാൻ ചെന്നപ്പോ അവരവിടെ ഉണ്ട്. നല്ല ചൊവ്വോടെ നിസ്കരിക്കുന്നു സാർ. ചായക്കടയിൽ അവരെന്നും വരാറുണ്ടോ? മിക്കവാറും. അവരെത്ര പേരുണ്ട്? ചിലപ്പോ 3, ചിലപ്പോ 4. അവരെവിടാ താമസം? അതറിയില്ല സാർ. നിങ്ങൾ അവരെ അന്വേഷിച്ചില്ലേ? ഓ സർ, രാവിലെ ഇവൻ വിവരം പറഞ്ഞപ്പോ ഞാൻ ഉടനെ തോമസ് സാറിന് ഫോൺ ചെയ്തു. പള്ളി വെച്ച് അവർ നിന്നെ കണ്ടോ? ഇല്ല സാർ. ഇവിടെ അടുത്തൊരു പള്ളിയിലെ മുസ്ലിയാർ എന്നോടൊരു കാര്യം പറഞ്ഞു. അത്ര പരിചയമില്ലാത്ത ചിലരെ അടുത്ത് പള്ളിയിൽ കണ്ടതായിട്ട്. लिस्ट वाला सामान सब है कि नहीं देख ले। हाँ जी। पाशा तू ये रख। ठीक है। ताहिर ഇച്ചിരി കൂടെ കടുപ്പം കൂട്ടിക്കോ. അന്ന് ഇസാ മുഹമ്മദ് ഹാജി ഒരു മുസ്ലിയാർ തന്റെ പള്ളിയിൽ വെച്ച് പരിചയമില്ലാത്ത ചില ആൾക്കാരെ കണ്ടുവെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ തോന്നിയില്ല. അതൊരു ട്രാപ്പാണെന്ന് കരുതി. ഇവൻ പറഞ്ഞത് വാസ്തവമാണെങ്കിൽ ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഓൺ മൈ പാർട്ട് ആൻഡ് ഹാജിയ ഡിസേർവ്സ് ആൻ അപ്പോളജി. എനിക്ക് അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയണം. तीन चाय बनाओ भाई.
TN35B236. വാങ്ങിയ കാറുകൾക്ക് വേണ്ടിയാണോ തമിഴ്നാട് നമ്പർ പ്ലേറ്റ്സ്? അന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കാറിനും തമിഴ്നാട് രജിസ്ട്രേഷൻ ആയിരുന്നു സാർ. വൈ തമിഴ് നമ്പർ പ്ലേറ്റ്സ്? അവർക്ക് തമിഴ്നാട്ടിൽ എന്തെങ്കിലും? ഉണ്ടാകാം. ഹലോ. ആ സർ. സർ യെസ്. ആ സർ. സർ ക്യാൻ യു കോൾ മീ ആഫ്റ്റർ സം ടൈം പ്ലീസ്? ആ സർ. ഇത് ബോഡിയിൽ നിന്ന് കിട്ടിയാണ് സർ. സർ യെസ് സർ. 4 പേർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. കൃത്യമായ എണ്ണം അറിയില്ല സർ. തെളിവുകൾ നശിപ്പിക്കാനായിരിക്കും ബ്ലാസ്റ്റ് ചെയ്തത്. യെസ് സർ. വി ആർ സെർച്ചിങ് ഫോർ എവറി ബിറ്റ് ഓഫ് എവിഡൻസ്. ഹോപ്പ് സോ. I'll give you a detailed report, sir. Okay.